അത്താണിയിലും പുതുക്കാടും വാഹനാപകടം. ബൈക്ക് യാത്രക്കാരായി 2 യുവാക്കൾ മരിച്ചു. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ഇടിമിന്നലിൽ പരക്കെ നാശം. മതിലകത്ത് മിന്നലിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. 11 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ മരംമുറി വിഷയത്തിൽ ഭരണസമിതിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. മുറിച്ചുകടത്തിയ മരത്തടികൾ പഞ്ചായത്ത് നിയമവിരുദ്ധമായി ലേലം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി LDF-ൽ തർക്കം. CPI അംഗങ്ങൾ സ്ഥാനങ്ങൾ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് ധാരണ നടപ്പിലാക്കാതെ CPM വഞ്ചിച്ചതായി CPI. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. ആദ്യ ദിനത്തിൽ ഇരിങ്ങാലക്കുട ഉപജില്ല മുന്നിൽ. മേളയ്ക്കിടെ കായിക അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. നമസ്കാരം. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അനന്തപുരം ചിറ്റിലപ്പള്ളി വീട്ടിൽ ജോയ്സൺ മകൻ 24 വയസ്സുള്ള മാനുവലാണ് മരിച്ചത്. ബൈക്കിലുണ്ടായിരുന്ന പിതാവ് ജോയ്സനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് മാനുവൽ മരിച്ചത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അമിതവേഗത്തിൽ ദേശീയപാതയിൽ നിന്നും KSRTC ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. ബൈക്ക് യാത്രികരാണ് കൂടുതലായി അപകടങ്ങൾക്ക് ഇരയാകുന്നത്. ഈ മേഖലയിലെ അപകടക്കെണി ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അത്താണി ഗ്രാമലയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികൻ ബസ് കയറി മരിച്ചു. കോട്ടയം സ്വദേശി 26 വയസ്സുള്ള ഷിദിൻ ആണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ബസ് നിർത്താതെ പോയി. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത സിഗ്നലിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന കാറിൽ പെരിന്തൽമണ്ണയിൽ നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു. ബസ് സിഗ്നൽ ശ്രദ്ധിക്കാതെ വന്നതാണ് അപകട കാരണം. കഴിഞ്ഞ ദിവസം സിഗ്നൽ തെറ്റിച്ചു വന്ന കാറിടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റിരുന്നു. പറപ്പുകര മുത്രത്തിക്കരയിൽ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. പള്ളിപ്പുറം ക്ഷേത്രത്തിന് സമീപത്തുള്ള 7 വീടുകൾക്കാണ് ഇടിമിന്നലിൽ നാശനഷ്ടം സംഭവിച്ചത്. കോടിയത്ത് രവീന്ദ്രൻ, ശശീന്ദ്രൻ, കറുത്തേടത്ത് രവീന്ദ്രൻ, വാഴപ്പള്ളി ഹരിദാസ്, നെല്ലിപ്പറമ്പിൽ ഗോപി, കാങ്കപ്പറമ്പിൽ ശാന്ത, വടക്കുന്നാലത്ത് ഷാജു എന്നിവരുടെ വീടുകൾക്കാണ് മിന്നലേറ്റത്. ആർക്കും പരിക്കില്ല. കോടിയത്ത് രവീന്ദ്രന്റെ വീടിന്റെ ചുമരുകൾക്ക് വിള്ളൽ വീഴുകയും TV കത്തി നശിക്കുകയും ചെയ്തു. കോടിയത്ത് ശശീന്ദ്രന്റെ വീട്ടുമതിൽ ഇടിമിന്നലേറ്റ് തകർന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തി നശിച്ചു. മറ്റ് വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മതിലകം കൂളിമുട്ടത്ത് ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളിലെ വൈദ്യുതോപകരണങ്ങൾ കത്തിനശിച്ചു. വടക്കനോളി ഹുസൈന്റെ ഭാര്യ നബീനയ്ക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റു. കോടഞ്ചേരി ബാബു, പോക്കാക്കില്ലത്ത് നൌഷാദ്, കുറിഞ്ഞിപ്പുറത്ത് ജമാൽ എന്നിവരുടെ വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിനശിച്ചു. പഴയന്നൂരിൽ ശക്തമായ ഇടിമിന്നലിൽ പ്രദേശത്തെ വീടുകൾക്ക് വൻ നാശനഷ്ടം. പറക്കുളം വാഴക്കോട്ട് കളത്തിൽ രാമകൃഷ്ണന്റെ വീടിന്റെ ജനൽ ചില്ലുകളും വീടിനകത്തെ ടൈലും തകർന്നു. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് മിന്നൽ ഉണ്ടായത്. വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ മരമുറി വിഷയവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പ്രസിഡന്റ് മീന ശലമോൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ എന്നിവർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇതിൽ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. നമ്മളോട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. കാരണം ഇതുവരെ ഇല്ലാത്തൊരു പരാതി, പിന്നെ അന്ന് പരാതി കൊടുത്തിരുന്നില്ല എന്ന് പറയാനുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് അനാവശ്യമായിട്ടൊരു പരാതിയാണെന്നുള്ളത് പറയല. മരത്തിന്റെ ലേലം നടത്താൻ അനുമതി നൽകേണ്ടതില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പിലും പോലീസിലും ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ പ്രധാന അധ്യാപികയോട് ആവശ്യപ്പെടാനും പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ജനപ്രതിനിധികൾക്കെതിരെയുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി, DGP എന്നിവരോട് ആവശ്യപ്പെടാനും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വനിതാ കമ്മീഷനോട് ആവശ്യപ്പെടാനും ഭരണസമിതി യോഗം തീരുമാനിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് CPM മെമ്പർമാർ ഇറങ്ങിപ്പോയി. കോട്ടക്കുന്ന് മാലിന്യ സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടന്ന സംഘർഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് കാണിച്ച് യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പ്രമേയം അംഗീകരിക്കില്ലെന്ന് അറിയിച്ച മെമ്പർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി.
16-ാം വാർഡ് മെമ്പർ ജോസഫ് അവതരിപ്പിച്ച പ്രമേയം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് കയ്യേറ്റം നടത്തിയിരുന്നു. വഴിയിലിട്ട് തല്ലിയിട്ടുള്ള വൈസ് പ്രസിഡന്റിനെ സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് ഇവിടെ പ്രമേയം അവതരിപ്പിച്ചില്ല. എരുമപ്പെട്ടി സർക്കാർ LP സ്കൂളിൽ മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ പകരം കൊണ്ടുവന്നിട്ട മരത്തിന്മേൽ പഞ്ചായത്ത് ലേല നടപടികൾ നടത്തരുതെന്നും CPM മെമ്പർമാർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി സർക്കാർ LP സ്കൂളിൽ നിന്നും അനധികൃതമായി മുറിച്ചു കടത്തിയ മരത്തടികൾ പഞ്ചായത്ത് അധികൃതർ നിയമവിരുദ്ധമായി ലേലം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് DYFI പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മരം മുറിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നതോടെ കരാറുകാരൻ മരത്തടികൾ തിരികെ സ്കൂളിൽ എത്തിച്ചിരുന്നു. എന്നാൽ മുറിച്ചു കടത്തിയ മരത്തിന് പകരം മറ്റൊരു മരത്തിന്റെ ശിഖരങ്ങളാണ് തിരികെ എത്തിച്ചതെന്നും സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയാണെന്നും DYFI ആരോപിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി മോഷണത്തിന് കേസെടുക്കണമെന്നും നിയമവിരുദ്ധമായ ലേല നടപടികൾ നിർത്തിവെക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ച് DYFI ബ്ലോക്ക് പ്രസിഡന്റ് KR രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. PC അവാൽമണി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, M നന്ദീഷ്, PC ധർമ്മേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി LDF-ൽ തർക്കം. CPI അംഗങ്ങൾ സ്ഥാനങ്ങൾ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് ധാരണ നടപ്പിലാക്കാതെ CPM വഞ്ചിച്ചതായി CPI. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ LDF ധാരണ നടപ്പാക്കിയില്ലെന്നാരോപിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും CPI അംഗങ്ങൾ രാജിവെച്ചു. വൈസ് പ്രസിഡന്റായിരുന്ന PB ഹരിദാസും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന മേനജ പ്രതാപനുമാണ് തൽസ്ഥാനങ്ങൾ രാജിവെച്ചത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തിയ അംഗങ്ങൾ BDO ഇൻചാർജ് അമ്മുക്കുട്ടിക്ക് തിങ്കളാഴ്ച രാജിക്കത്ത് നൽകുകയായിരുന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവിന്റെയും ബ്ലോക്ക് സബ് കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരമാണ് രാജി. തെരഞ്ഞെടുപ്പ് ധാരണാപ്രകാരം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വിട്ടുനൽകാൻ CPM തയ്യാറാകാത്തത് LDF ധാരണയോടും ജനാധിപത്യത്തോടുമുള്ള കടുത്ത വെല്ലുവിളിയായി മാത്രമേ കാണാനാകൂ എന്ന് CPI ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് സബ് കമ്മിറ്റി കൺവീനറുമായ KM ജയദേവൻ പറഞ്ഞു. ആനുപാതിക പ്രാതിനിധ്യമനുസരിച്ച് 25 മാസക്കാലം പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ CPIക്ക് അർഹതയുള്ളതാണ്. എന്നാൽ ഇതുവരെയും പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ CPM തയ്യാറായിട്ടില്ല. തനിച്ച് ഭൂരിപക്ഷമുണ്ട് എന്ന ന്യായം പറഞ്ഞാണ് പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ തയ്യാറാകാത്തത്. തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുകയും ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നാൽ അത് തങ്ങളുടെ മാത്രം നേട്ടമായി കാണുകയും ചെയ്യുന്നത് ഒരു മുന്നണി മര്യാദയുടെ ലംഘനമാണ്. അതേസമയം 5 വർഷത്തേക്ക് പ്രസിഡന്റായി പ്രവർത്തിക്കാനാണ് പാർട്ടി തന്നോട് പറഞ്ഞതെന്നും മറ്റൊരു ധാരണയെക്കുറിച്ച് അറിയില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ PC ശ്രീദേവി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 വർഷത്തേക്ക് പ്രസിഡന്റ് എന്ന രീതിയിലാണ് തീരുമാനിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ അങ്ങനെ CPM-ൻ്റെ ഇവിടുത്തെ അന്തിക്കാട് ബ്ലോക്കിൻ്റെ പ്രസിഡൻഷിപ്പ് ഈ ടേമിൽ അങ്ങനെ ഒരു പങ്കുവെപ്പ് ഉണ്ട് എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് അറിയില്ല. അങ്ങനെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്ഥാനങ്ങൾ സംബന്ധിച്ച് 2 പാർട്ടികളുടെയും ജില്ലാ സെക്രട്ടറിമാർ തമ്മിൽ സംസാരിച്ചാണ് ധാരണ ഉണ്ടാക്കിയതെന്നും എന്നാൽ തനിച്ച് ഭൂരിപക്ഷമുണ്ടെന്ന ന്യായം പറഞ്ഞ CPM പ്രസിഡന്റ് സ്ഥാനം കൈമാറാത്തത് മുന്നണി മര്യാദയുടെ നഗ്നമായ ലംഘനമാണെന്നാണ് CPI കുറ്റപ്പെടുത്തുന്നത്. TCV അന്തിക്കാട്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള തുടരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇരിങ്ങാലക്കുട ഉപജില്ല മുൻപിൽ. 30 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 7 സ്വർണവും 8 വെള്ളിയും 6 വെങ്കലവും അടക്കം മൊത്തം 65 പോയിന്റാണ് ഒന്നാം സ്ഥാനത്തുള്ള ഇരിങ്ങാലക്കുടയ്ക്കുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ചാലക്കുടി ഉപജില്ലയ്ക്ക് 38ഉം 3-ാം സ്ഥാനത്തുള്ള വലപ്പാട് ഉപജില്ലയ്ക്ക് 33 പോയിന്റുമാണുള്ളത്. സീനിയർ വിഭാഗം ക്രോസ് കൺട്രി മത്സരമാണ് ആദ്യം നടന്നത്. മത്സരത്തിൽ ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെ PU മുഹമ്മദ് ഷബീർ വിജയിയായി. 6 കിലോമീറ്റർ മത്സരത്തിൽ നാഷണൽ സ്കൂളിലെ തന്നെ മണിപ്പൂർ സ്വദേശിയായ അർജിത്തിനാണ് രണ്ടാം സ്ഥാനം. അതേസമയം മഴ കാരണം ആദ്യ ദിനത്തിലെ 8 മത്സരങ്ങൾ പൂർത്തീകരിക്കാനായില്ല. പോൾ വാൾട്ട് സീനിയർ ജൂനിയർ വിഭാഗത്തിലെ ആൺകുട്ടികളുടെ മത്സരം ചൊവ്വാഴ്ചയും ഹാമർ ത്രോ മത്സരങ്ങൾ സമാപന ദിവസമായ 13-നും ചാലക്കുടി കാർമൽ സ്കൂളിൽ നടക്കും. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്. ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് മൃദംഗ കലാകാരൻ ഡോക്ടർ ഉമയാൾപുരം K. ശിവരാമനെ തെരഞ്ഞെടുത്തു. ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണ ലോക്കറ്റും 50,001 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 23-ാം തീയതി രാവിലെ 9 മണിക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവ ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പുരസ്കാരം സമ്മാനിക്കും. തുടർന്ന് പുരസ്കാര ജേതാവിന്റെ സംഗീത കച്ചേരി അരങ്ങേറും. കൃഷ്ണഗീതി ദിനത്തോടനുബന്ധിച്ച് ദേവസ്വം നൽകുന്ന മാനവേദ
സുവർണമുദ്ര പുരസ്കാരത്തിന് കൃഷ്ണനാട്ടം വേഷം കലാകാരൻ എം വേണുഗോപാലനെയും, വാസു നെടുങ്ങാടി സുവർണമുദ്ര പുരസ്കാരത്തിന് കൃഷ്ണനാട്ടം ചുട്ടി കലാകാരൻ ഇ രാജുവിനെയും തെരഞ്ഞെടുത്തു. കൃഷ്ണഗീതി ദിനമായ ഈ മാസം 16-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ പി.വി. കൃഷ്ണൻ നായർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വലപ്പാട് കഴിമ്പ്രത്ത് തെരുവ് നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. വലപ്പാട് സ്വദേശികളായ നെടിയിരിപ്പിൽ ബാബുരാജ്, കാഞ്ഞിരപ്പറമ്പിൽ സൗദാമിനി, വടുകെട്ടി വിവേകിത, കടുവങ്കശ്ശേരി ഷീല എന്നിവർക്കാണ് തെരുവ് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു തെരുവ് നായയുടെ ആക്രമണം. ഒരേ സമയത്താണ് 4 പേരെയും തെരുവ് നായ ആക്രമിച്ചത്. വീട്ടുമുറ്റത്ത് നിന്ന സ്ത്രീയെ ആക്രമിച്ച നായ സമീപത്തെ മറ്റ് വീടുകളിലും വഴിയിലും ഉള്ളവരെ കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. പലർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൂടുതൽ പേരെ ആക്രമിക്കാൻ തുനിഞ്ഞ നായയെ നാട്ടുകാർ വകവരുത്തി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക, കലാ, സാംസ്കാരിക പരിപാടികൾക്ക് ചൊവ്വാഴ്ച വൈകിട്ട് തുടക്കമാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ.ബി. മോഹനൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം ബോർഡ് അംഗം എം.കെ. ശിവരാജൻ അധ്യക്ഷനാകും. തുടർന്ന് സംഗീത സംവിധായകൻ ടി.എസ്. രാധാകൃഷ്ണൻ നയിക്കുന്ന ഭക്തിഗാന തരംഗിണിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുക. പടിഞ്ഞാറേ നടയിലെ വേദിയിലാണ് ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുക. ദശമി ദിനമായ 22-ാം തീയതി രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. വൈകിട്ട് 3 മണിക്ക് ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഏകാദശി ചടങ്ങുകൾ തുടങ്ങും. 23-ന് ശനിയാഴ്ചയാണ് ഏകാദശി. ഗുരുവായൂർ ദേവസ്വം കൗസ്തുഭം ഗസ്റ്റ് ഹൌസിലെ ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നു. നടപടിയെടുക്കാനാകാതെ നഗരസഭ. ഗുരുവായൂരിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം വ്യാപകമായി കാനയിലേക്ക് ഒഴുക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ പരസ്യമായി നിയമലംഘനം നടത്തുമ്പോഴും നഗരസഭ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. കഴിഞ്ഞ ദിവസം കിഴക്കേനടയിലെ 7 സ്ഥാപനങ്ങളിൽ നിന്ന് ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിട്ടും നഗരസഭയ്ക്ക് നടപടിയെടുക്കാനായില്ല. മറ്റ് സ്ഥാപനങ്ങൾ കാനയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിനായി പൈപ്പിടലും മറ്റ് ജോലികളും രാത്രി രഹസ്യമായി ചെയ്യുമ്പോൾ കൗസ്തുഭം ഗസ്റ്റ് ഹൌസിൽ നിന്ന് റോഡരികിൽ പരസ്യമായി ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഇവ ചെയ്യുന്നത്. ഇതിനായി നിർമ്മാണ കരാറുകാരുടെ സഹായവും ലഭിക്കുന്നുണ്ട്. കൗസ്തുഭം ഭാഗത്ത് വർഷങ്ങളായി കാന നിറഞ്ഞ് മാലിന്യം റോഡിലേക്ക് ഒഴുക്കാറുണ്ടെങ്കിലും നഗരസഭ ഇതുവരെ ദേവസ്വം സ്ഥാപനത്തിനെതിരെ ചെറുവിരൽ അനക്കിയിട്ടില്ല. ഈ ധൈര്യത്തിലാണ് പരസ്യമായി സമാന്തര കാന നിർമ്മിച്ച് മാലിന്യം നഗരസഭയുടെ കാനയിലേക്ക് ഒഴുക്കുന്നത്. ദേവസ്വം സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നഗരസഭയ്ക്ക് പേടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാനകൾക്ക് മുകളിൽ കരിങ്കൽ ഭിത്തി വിരിക്കുന്നതിന്റെ നടപടികൾക്ക് ബുധനാഴ്ച തുടക്കമാകും. അതിനു മുൻപ് കാനയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിന് തടയിടാനായില്ലെങ്കിൽ പിന്നീട് അവ കണ്ടെത്തുക പ്രയാസമായിരിക്കും. അമൃത് പദ്ധതിയിൽ നിർമ്മിക്കുന്ന കാനയിലേക്ക് യാതൊരു കാരണവശാലും ശുചിമുറി മാലിന്യം ഒഴുക്കാൻ അനുവദിക്കില്ലെന്ന് നഗരസഭ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ചില സ്ഥാപനങ്ങൾക്ക് ഒത്താശ നൽകുന്നുണ്ടെന്ന രഹസ്യവും ഇതോടെ വെളിവാവുകയാണ്. TCV ഗുരുവായൂർ. കുന്നുകുളം ബസ് സ്റ്റാൻഡിലെ നഗരസഭ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മാലിന്യം പുറത്തേക്ക് ഒഴുകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. കഴിഞ്ഞ ഒരാഴ്ചയായി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കനത്ത ദുർഗന്ധം പരത്തി സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ്. മലിനജലം ഒഴുകുന്നത് തടയാൻ മുനിസിപ്പൽ അധികൃതരോടോ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരോടോ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് കടുത്ത അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗങ്ങൾ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിച്ചു. കൌൺസിലർമാരായ ബിജു സി ബേബി, ഷാജി ആലിക്കൽ, PI തോമസ്, ബീന ലിബിനി, മിനി മോൻസി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. തുടി കലാ സാംസ്കാരിക കൂട്ടായ്മ ഒരുക്കുന്ന തിറ മഹോത്സവത്തിന്റെ വിളംബര പരിശീലന കളരിയുടെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് MP നിർവഹിച്ചു. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് MR മണി അധ്യക്ഷത വഹിച്ചു. ഡിസംബർ 8-ന് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ 500ഓളം കലാകാരന്മാരെ അണിനിരത്തിയുള്ള തിറ മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിശീലന കളരി സംഘടിപ്പിച്ചത്. റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തുന്ന പരിശീലന കളരിയിൽ UR പ്രദീപ് MLA വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ S നായർ, തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു സുരേഷ്, തുടി കലാ സാംസ്കാരിക കൂട്ടായ്മ കൺവീനർ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട വയോധികനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. കൊച്ചിൻ പാലത്തിന് സമീപം വയോധികൻ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി നാട്ടുകാരുടെ സഹായത്തോടെ വയോധികനെ രക്ഷപ്പെടുത്തി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം AV പ്രശാന്ത് ഇനി മേളക്കാരൻ. നാടിന് ഉത്സവഛായ പകർന്ന് 3 കുരുന്ന് മേളക്കാരോടൊപ്പം പ്രശാന്ത് അരങ്ങേറ്റം കുറിച്ചു. ദേവസ്വത്തിലെ UD ക്ലർക്കായ പ്രശാന്ത് ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതിയിലെ ജീവനക്കാരുടെ പ്രതിനിധിയാണ്. ഗുരുവായൂർ വിമലിന് കീഴിലാണ് 3 മാസത്തോളമായി പ്രശാന്ത് മേളം അഭ്യസിച്ചത്. വിദ്യാർത്ഥികളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രമേശ് ബാലകൃഷ്ണൻ, അദ്വൈത് രാമചന്ദ്രൻ എന്നിവരോടൊപ്പം നെന്മിനി ബലരാമ ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം നടത്തിയത്. പ്രശാന്തായിരുന്നു മേളം നയിച്ചത്. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ അരങ്ങേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക രംഗത്തെ ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് വാഹനാപകടത്തിൽ നിന്ന് യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃശൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പോയിരുന്ന അംബിക എന്ന ബസ്സാണ് പാവർട്ടിയിലേക്ക് പോയിരുന്ന മിനി ലോറിയുടെ പുറകിൽ ഇടിച്ചത്. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് പാഞ്ഞു വരുന്നത് കണ്ട് എതിർദിശയിൽ വന്ന ബൈക്ക് യാത്രക്കാർ റോഡിന് സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് ബൈക്കുമായി മറയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബസ് ജീവനക്കാരുടെ അശ്രദ്ധയ്ക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തർക്കത്തിന് ഇടയാക്കി. കുറുമാലിപ്പുഴയുടെ സൗത്ത് ബണ്ട് ഉടൻ പുനർനിർമ്മിക്കുക, പുഴയുടെയും ബണ്ടിന്റെയും കയ്യേറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPI പറപ്പുകര ലോക്കൽ കമ്മിറ്റി നന്ദിക്കര സെന്ററിൽ കൂട്ടധർണ നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി PG മോഹനൻ, സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, ലോക്കൽ സെക്രട്ടറി R ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചെവൂർ ഇടവക വിൻസെന്റ് ഡി പോൾ സംഘടനയുടെയും അഭയം പാലിയേറ്റീവ് കെയർ പല്ലിശ്ശേരി ശാന്തിഭവൻ ആശുപത്രി എന്നിവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ന്യായവില മെഡിക്കൽ സ്റ്റോർ ചെവൂരിൽ ആരംഭിച്ചു. സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുകയാണ് സംരംഭത്തിന്റെ ലക്ഷ്യം. TN പ്രതാപൻ MP മെഡിക്കൽ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷനായിരുന്നു. ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജോയി കുത്തൂർ, ചെവൂർ ഇടവക വികാരി ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ്, ജോൺ G ആലപ്പാടൻ, KA ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം പാരമ്പര്യ അവകാശികളായ പത്തുകാർ ഏകാദശി വിളക്ക് ആഘോഷിച്ചു. 3 നേരം മേളത്തോടെ കാഴ്ച ശിവേലി നടന്നു. ചൊവ്വലൂർ മോഹനൻ മേളം നയിച്ചു. വിളക്കാഘോഷത്തിന്റെ 5ാം ദിവസമായ ചൊവ്വാഴ്ച തപാൽ വിളക്ക് ആഘോഷിക്കും. വേലൂരിൽ കാണികൾക്ക് ഹരം പകർന്ന് വടംവലി മത്സരം നടന്നു. കേംഫോർഡ് സ്കൂൾ ഗ്രൗണ്ടിലെ ഫ്ലഡ് സ്റ്റേഡിയത്തിലാണ് വടംവലി മത്സരം നടന്നത്. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകളാണ് വടംവലി മത്സരം കാണാൻ എത്തിയത്. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് മെമ്പർ ഡേസി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. ആവേശകരമായ വടംവലി മത്സരത്തിൽ വരന്തരപ്പള്ളി യുവധാര പൗണ്ട് ജേതാക്കളായി. ഇടവേള. Jose Alucas, jewelry for every generation. Zaira Fine Diamond Jewelry Collection by Jose Alucas. മലയോരത്തെ പ്രധാന പാതയായ വെള്ളിക്കുളങ്ങര കൊടകര റോഡിന്റെ 3ാം ഘട്ട നവീകരണ പ്രവർത്തനങ്ങൾ 1 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിലും വെള്ളിക്കുളങ്ങരയിലും നടന്ന ഉദ്ഘാടന ചടങ്ങുകളിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വെള്ളിക്കുളങ്ങര ഹൈസ്കൂൾ വരെയുള്ള റോഡ് അത് പുനർനിർമ്മിച്ച് മെക്കാഡം ടാർ ചെയ്യുന്നവരെ കോടാലി വരെയുള്ള റോഡ്, കൊടകര നിന്ന് ഇവിടെ വരെയുള്ള റോഡ് പോലെ തന്നെ 20.7 കോടി രൂപ ചെലവ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനവും ഡിസംബർ മുമ്പ് ആരംഭിക്കുകയും മാസം തന്നെ ആരംഭിക്കും. കോടാലി അന്നംപാടം ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ പരിസരം വരെയാണ് മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിക്കുന്നത്. ഇതിനായി 20,70,00,000 രൂപയാണ് ചെലവഴിക്കുന്നത്. ഡിസംബറിന് മുൻപ് പണികൾ ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. മെക്കാഡം ടാറിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി റോഡരികിലെ കുടിവെള്ള പൈപ്പ് നവീകരിക്കുന്ന പ്രവൃത്തി 99 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നവീകരണം പൂർത്തിയാകുന്നതോടെ മറ്റത്തൂർ, കോടശ്ശേരി, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ദേശീയപാതയിലേക്കുള്ള യാത്ര സുഗമമാകും. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ കൊടകര മുതൽ വാസുപുരം വരെയുള്ള ഭാഗം 1ാം ഘട്ടത്തിലും വാസുപുരം മുതൽ കോടാലി അന്നംപാടം വരെയുള്ള ഭാഗം 2ാം ഘട്ടത്തിലുമായി മെക്കാഡം ടാറിംഗ് നടത്തി നവീകരിച്ചിരുന്നു. TCV കൊടകര. പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിപ്പാറ സാംസ്കാരിക നിലയത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് മുൻ MP യുമായ S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PV മണി അധ്യക്ഷത വഹിച്ചു.
PKS ഏരിയ സെക്രട്ടറി PK കൃഷ്ണൻകുട്ടി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ MK സുദർശനൻ, S അജയകുമാർ, EC സുരേഷ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക വായനാമൂലയിൽ പ്രതിമാസ ചർച്ചാവേദി ആരംഭിച്ചു. സാമൂഹ്യ പ്രവർത്തക അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ തീവ്രവാദവും മനുഷ്യാവകാശങ്ങളും എന്ന വിഷയത്തിൽ ചർച്ച നയിച്ചു. ജോയ് ജോസഫ്, KS പ്രതാപൻ, ചന്ദ്രശേഖരൻ കാതിക്കുടം തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ വടക്കേടത്ത് പത്മനാഭൻ മോഡറേറ്ററായിരുന്നു. സാഗർ കവച് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരം കനത്ത പോലീസ് സുരക്ഷയിലായി. തീരമേഖല കേന്ദ്രീകരിച്ച് ഭീകരർ നുഴഞ്ഞ് കയറുന്നത് തടയുന്നതിന്റെ മോക്ക് ഡ്രില്ലാണ് സാഗർ കവച്. ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് ഇന്നർ റിംഗ് റോഡിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്ന 9 വഴികളിലും പോലീസ് പരിശോധനയുണ്ട്. ഇതുകൂടാതെ മറ്റ് 6 പരിശോധനയുണ്ട്. ഇരുചക്ര വാഹനങ്ങളും വലിയ വാഹനങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ്, നേവി, പോലീസ് എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. പാടൂർ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി ആംബുലൻസ് സമർപ്പിച്ചു. പാടൂർ സ്വദേശി കുളങ്ങരകത്ത് മജീദ് ഹാജിയാണ് ആംബുലൻസ് സൗജന്യമായി നൽകിയത്. ആംബുലൻസിന്റെ താക്കോൽ മഹല്ല് പ്രസിഡന്റ് NP അലിമോന് കൈമാറി. പഞ്ചായത്ത് പ്രസിഡന്റ് PK പത്മിനി യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു. മഹല്ല് സെക്രട്ടറി AV സുലൈമാൻ, മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി, അഷ്റഫ് തങ്ങൾ, ലത്തീഫ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. ശിശുക്ഷേമ വകുപ്പിന്റെ സംസ്ഥാന പ്രസംഗ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിക്ക് അനുമോദനവുമായി ചീഫ് വിപ്പ് K രാജൻ. മരോട്ടിച്ചാൽ AUP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥി ജോൺ ജോബിയുടെ വീട്ടിലെത്തിയാണ് ചീഫ് വിപ്പ് അഭിനന്ദനം അർപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് IS ഉമാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് ഓത്തോട്ടിൽ, KJ ആൻഡ്രൂസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കൈനിറിയ പുസ്തകങ്ങളും ചീഫ് വിപ്പ് സമ്മാനിച്ചു. TCV മാറ്റുലി അവതാരകൻ ജോബി ജോൺ, സോജ ദമ്പതികളുടെ മകനാണ് ജോൺ ജോബി. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ഇടവക സുവർണ ജൂബിലിയോടനുബന്ധിച്ച് സന്യസ്ത സംഗമം നടത്തി. ഫാദർ സതീഷ് കാഞ്ഞിരപ്പറമ്പിൽ, ജനറൽ കൺവീനർ CR ലാസർകുട്ടി, ഫാദർ ബെന്നി കടങ്ങൻ, സിസ്റ്റർ ജെന്നി തെരേസ തുടങ്ങിയവർ സംസാരിച്ചു. INTUC തൊഴിലാളി സംഘടനയുടെയും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയുടെയും സഹകരണത്തോടെ മാള കോട്ടയ്ക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് സമദ് ചുവര അധ്യക്ഷത വഹിച്ച ചടങ്ങ് കുരുവിലശ്ശേരി സർവീസ് സഹകരണ പ്രസിഡന്റ് AR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജോഷി പേരേപ്പാടൻ, വിനോദ് വിധേയത്തിൽ, ഡോക്ടർ ജോസഫ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് വ്യാസ കോളേജ് പരിസരത്ത് വൻതോതിൽ അറവ് മാലിന്യം തള്ളിയ നിലയിൽ. വ്യാസ കോളേജ് ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന റോഡരികിലാണ് അറവ് മാലിന്യം ചാക്കുകളിലാക്കി തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. തെരുവ് നായ്ക്കൾ മാലിന്യച്ചാക്കുകൾ കടിച്ചുകീറി റോഡിൽ മാലിന്യം പരന്നുകിടക്കുന്ന സ്ഥിതിയാണ്. അധികൃതരോട് നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഒളിമ്പിക്സ് മത്സരങ്ങൾ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ചു. ജില്ലയിലെ 23 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 500 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിന്റെ ഉദ്ഘാടനം മേയർ അജിത വിജയൻ നിർവഹിച്ചു. സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ ജോൺസൺ അന്തിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സിസ്റ്റർ പോൾസി, MP ഷാജി, തോമസ് റോബിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. മുണ്ടൂർ സ്വദേശിയായ വയോധികനെ കാണാനില്ലെന്ന് പരാതി. ചിറ്റാട്ടുകര വീട്ടിൽ 71 വയസ്സുള്ള ഔസേപ്പിനെയാണ് കാണാതായത്. മാനസിക അസ്വാസ്ഥ്യമുള്ള ഇയാളെ ഞായറാഴ്ച രാത്രിയോടെയാണ് വീട്ടിൽ നിന്നും കാണാതായത്. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേരാമംഗലം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. കേരള കർഷക സംഘം പൂവത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. യൂണിറ്റിലെ വീടുകളിലെ അടുക്കള തോട്ടങ്ങളിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. 30 വീടുകളിലാണ് ആദ്യഘട്ടത്തിൽ അടുക്കളത്തോട്ടം ഒരുക്കുന്നത്. ജൈവ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം കേരള കർഷക സംഘം മണലൂർ ജോയിന്റ് സെക്രട്ടറി AK ഹുസൈൻ നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി അശോകൻ മുക്കോല അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ വരാക്കര മേഖലാ സമ്മേളനം പൂക്കോട് സ്കൂളിൽ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് EN അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KV സനീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു, സെക്രട്ടറി PD നെൽസൺ, അഖിൽ ബാബു എന്നിവർ സംസാരിച്ചു. ദേശമംഗലം സെന്ററിലെ മാർക്കറ്റ് റോഡിൽ 4 ദിവസമായി വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി. വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണിത്. റോഡിലെ പല ഭാഗത്തും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാരും ദുരിതമനുഭവിക്കുകയാണ്. ദേശമംഗലം
KCB സെക്ഷൻ ഓഫീസിലെത്തുന്നവർക്കും ജീവനക്കാർക്കും വെള്ളക്കെട്ട് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. എളവള്ളി പഞ്ചായത്തിലെ ജനശക്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഫണ്ട് വകയിരുത്തിയില്ലെന്ന പ്രഖ്യാപനമായത് റോഡ് നന്നാക്കുന്ന ഒരു പ്രവർത്തനവും നടക്കുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കുറ്റപ്പെടുത്താൻ കാരണമായി. DCC ജനറൽ സെക്രട്ടറി V. വേണുഗോപാൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ സ്റ്റാൻലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പ്രസാദ് പണിക്കൻ, AD സാജു, കോയ പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ഒല്ലൂർ ഏരിയ സമ്മേളനം നടന്നു. VKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ ഏരിയ പ്രസിഡന്റ് CR ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി K. വേണുഗോപാൽ, ഏരിയ സെക്രട്ടറി PI ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഒളരിക്കര യാസിൽ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ മുജീബ് റഹ്മാൻ, അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മിലാദ് സമ്മേളനം 19-ന് ഒളരിക്കര യാസിൻ നഗറിൽ നടക്കും. വയോധികന്റെ മൂത്രാശയത്തിൽ നിന്ന് പവിഴപ്പുറ്റിന്റെ ആകൃതിയിലുള്ള കല്ല് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. മണ്ണമ്പേട്ട സ്വദേശി ആന്റണി കുറ്റൂക്കാരന്റെ മൂത്രാശയത്തിൽ നിന്നാണ് 4.5 സെന്റിമീറ്റർ വലിപ്പമുള്ള കല്ല് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. വാളയാർ സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വായ് മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിൻസ് വെള്ളറയ്ക്കൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് ദേവസി മരോട്ടിക്കൽ, ജില്ലാ സെക്രട്ടറി ഷാജു വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി സ്വദേശിയും മണത്തല LP സ്കൂൾ അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ എഴുതിയ കാരക്ക മിഠായികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആംഗ്ലോ ഇന്ത്യൻ സാഹിത്യകാരൻ ആനന്ദ് നീലകണ്ഠൻ പുസ്തകം മാടവന ബാലകൃഷ്ണപിള്ളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. തേക്കിൻകാട് ജോസഫ്, പോൾ മണലിൽ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകനായ റാഫി നീലങ്കാവിലിന്റെ 4ാമത്തെ പുസ്തകമാണിത്. ഇടതുപക്ഷ പ്രവർത്തകനും എഴുത്തുകാരനും സംവിധായകനുമായിരുന്ന DM പൊറ്റേക്കാട്ടിന്റെ എടത്തിരുത്തിയിൽ ആദരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം എടത്തിരുത്തി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ യോഗം കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് RK ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. PL പോൾസൺ, ബൈന പ്രദീപ്, AV സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ 64 ഗ്രാം കഞ്ചാവുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. നടുവിൽക്കര പെരിങ്ങാട് വീട്ടിൽ സുധീഷിനെയാണ് വാടാനപ്പള്ളി എക്സൈസ് CI B. നജിമുദ്ദീനും സംഘവും അറസ്റ്റ് ചെയ്തത്. മതിലകം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിലുകളുടെ വിതരണോദ്ഘാടനം മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ നിർവഹിച്ചു. 4,40,000 രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. 148 കുടുംബങ്ങളിലെ മുതിർന്ന അംഗങ്ങൾക്കാണ് കട്ടിൽ നൽകിയത്. ICDS ഓഫീസർ K. ഹേമ, VS രവീന്ദ്രൻ, KY അസീസ്, സുനിൽ മേനോൻ എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന 4 കുംഭാര കോളനികളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പിന്നാക്ക വിഭാഗ വകുപ്പിലേക്ക് അടിയന്തരമായി പദ്ധതി സമർപ്പിക്കുന്നതിന് കൌൺസിൽ യോഗം തീരുമാനിച്ചു. 1 കോടി രൂപയാണ് ഇതിനായി ചെലവഴിക്കുക. പദ്ധതി തയ്യാറാക്കുന്നതിന് കോസ്റ്റ് ഫുഡിനെ കൌൺസിൽ യോഗം ചുമതലപ്പെടുത്തി. യോഗത്തിൽ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തത്താണിയിലും പുതുക്കാടും വാഹനാപകടം. ബൈക്ക് യാത്രക്കാരായി 2 യുവാക്കൾ മരിച്ചു. ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലുണ്ടായ ഇടിമിന്നലിൽ പരക്കെ നാശം. മതിലകത്ത് മിന്നലിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. 11 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ മരംമുറി വിഷയത്തിൽ ഭരണസമിതിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. മുറിച്ചുകടത്തിയ മരത്തടികൾ പഞ്ചായത്ത് നിയമവിരുദ്ധമായി ലേലം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് DYFI പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നന്ദിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിനായി LDF-ൽ തർക്കം. CPI അംഗങ്ങൾ സ്ഥാനങ്ങൾ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് ധാരണ നടപ്പിലാക്കാതെ CPM വഞ്ചിച്ചതായി CPI. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി. ആദ്യ ദിനത്തിൽ ഇരിങ്ങാലക്കുട ഉപജില്ല മുന്നിൽ. മേളയ്ക്കിടെ കായിക അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.